NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ മന്നം ആത്മാഭിമാന സദസ്സുമായി ഒരു വിഭാഗം. മുൻ NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വൈക്കത്ത് ഇന്ന് വൈകുന്നേരമാണ് പരിപാടി. NSSനെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. NSS ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ CR വിനോദ് കുമാർ, മുൻ പ്രതിനിധി സഭാംഗം നവകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പരിപാടി. നവംബർ 8-ാം തീയതി വൈക്കത്ത് ആത്മാഭിമാനികളായ നായർ സമുദായ അംഗങ്ങൾ ഒത്തുചേരുകയാണ്. നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള മഹാവടവൃക്ഷം രൂപമെടുത്തത് തന്നെ മന്നത്ത് പത്മനാഭന്റെയും K കേളപ്പന്റെയും MV മന്മഥന്റെയും വൈക്കം വേലപ്പന്റെയും ഒക്കെ ജീവരക്തം വലിച്ചെടുത്തുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനത്തിന്റെ കർമ്മഫലമാണ്, അല്ലെങ്കിൽ അവരുടെ കർമ്മ കൗശലമാണ് നായർ സർവീസ് സൊസൈറ്റി. എന്നാൽ കഴിഞ്ഞ 35 വർഷമായി ഈ സംഘടന കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അപജയം നേരിടുകയാണ്. എല്ലാ തരത്തിലും എല്ലാ രംഗങ്ങളിലും അപജയം നേരിട്ടുകൊണ്ടും അപകർഷത ഏറ്റുവാങ്ങിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ, രൂപയുടെ ആസ്തികളുള്ള ഈ നായർ സർവീസ് സൊസൈറ്റിയെ രക്ഷിക്കണമെങ്കിൽ യുവജനങ്ങൾ മുന്നോട്ടിറങ്ങണം. നമ്മളുടെ കുട്ടികളെല്ലാം പ്രീ-ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശാന്തരങ്ങളും ലോകവും വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഭാരതത്തിൽ വരുന്ന നിയമങ്ങൾ പാർലമെന്റ് പാസാക്കുന്നതായ നിയമങ്ങളാണ്. പാർലമെന്റ് പാസാക്കുന്ന കമ്പനി നിയമം ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് സർ CPയുടെ കാലഘട്ടത്തെ കമ്പനി നിയമമാണ് ബാധകം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയെ തീർത്തും നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതിനെതിരെയാണ് ഈ സമ്മേളനം. NSS നേതൃത്വം അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെയാണ് നിന്നുകൊടുക്കുന്നത് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധ സംഘവുമായി ഒരു വിഭാഗം രംഗത്തെത്തുന്നത്. നിരവധി പേർ ഇതിൽ NSSന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എടുത്തു പറയാനുള്ളത്, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ NSS എടുത്ത നിലപാടുകൾ, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പ സംഗമത്തെ തുടർന്ന് എടുത്ത നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് NSS ആസ്ഥാനത്തേക്കടക്കം ചില മാർച്ചുകൾ നടന്നിരുന്നു. അതിനൊക്കെ പിന്നാലെ പല കരയോഗങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങളോടൊന്നും പ്രതികരിക്കേണ്ട എന്ന നിലപാടായിരുന്നു NSS നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വൈക്കം വലിയൊരു സംഗമത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നത്. NSSന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ CR വിനോദ് കുമാർ ഉൾപ്പെടെയുള്ളവർ, മുൻ പ്രതിനിധിസഭാംഗം നവകുമാരൻ നായർ, അങ്ങനെ പലരും ഇതിൽ ഉദ്ഘാടകരായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. NSSന്റെ മുൻ കോന്നി കോളേജ് പ്രിൻസിപ്പൽ ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, കോന്നി ഗോപകുമാർ. അങ്ങനെ പലരും ഈ NSS നേതൃത്വവുമായി നേരത്തെ അടുപ്പം ഉണ്ടായിരുന്നവരാണ്. ഹൈറേഞ്ച് യൂണിയന്റെ പ്രസിഡന്റ്, ഹൈറേഞ്ച് യൂണിയൻ നേരത്തെ NSSമായി വലിയ കലഹമുണ്ടാകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നതാണ്. അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ പല വിട്ടുനിൽക്കുന്ന പല വിഭാഗങ്ങളുമുണ്ട്. ഇപ്പോൾ കുമ്പഴ കരയോഗം പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോഴും ഉള്ള ആളാണ്. അങ്ങനെ ഇപ്പോഴുള്ളവരും മുൻപുള്ളവരും എല്ലാം ചേർന്നുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ നടത്തിയ വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടിയുമായി അവർ മുന്നോട്ട് പോകുന്നത് എന്നവർ ചൂണ്ടിക്കാണിക്കുകയാണ്. എടുത്തു പറയേണ്ടത്, NSS നേതൃത്വത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കമ്പനി നിയമപ്രകാരമാണ് NSS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ NSS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ജനറൽ സെക്രട്ടറി അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ് യുവാക്കൾക്ക് അധികാരം കൈമാറണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വൈകുന്നേരം 4 മണിക്ക് വൈക്കം ബോട്ടുകെട്ടി കവലയിലാണ് ഈ ഒരു സംഗമം നടക്കുക.